എവരിവൺ, വെൽക്കം ബാക്ക് ടു സെറ്റ് ഓഫ് ടു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കര അധികമായിട്ട് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒക്കെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ബിഗ് ബോസ് എന്നുള്ള റിയാലിറ്റി ഷോ. ധ്രുവ് രാത്തിയുടെ വീഡിയോ ഇപ്പോൾ അടുത്ത് കണ്ടിരുന്നു. അതായത് ഈ റിയാലിറ്റി ഷോ കാണുന്നത് ഒരു നോൺസെൻസ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടൈം വേസ്റ്റ് ആണ്, ഇത് എൻറ്റയർലി സ്ക്രിപ്റ്റഡ് ആണ്, നിങ്ങൾ നിങ്ങളുടെ സമയവും നിങ്ങളുടെ എനർജിയും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണാനായിട്ട് ചിലവഴിക്കാണ്ട് കുറച്ചും കൂടി ഇൻ്റലക്ച്വലായ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ചിലവഴിക്കുക എന്നുള്ള രീതിയിലൊരു വീഡിയോയും കണ്ടിരുന്നു. ഈ ഷോ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടുള്ളത് മലയാളി ഹൗസ് എന്നുള്ള ആദ്യത്തെ, അതായത് ഇത് എൻ്റെ മോൾ എൻ്റർടൈൻമെൻറ്റിൻ്റെ അല്ലാണ്ട് സൂര്യ ടി വിയിൽ അഡാപ്റ്റ് ചെയ്ത ഇതേ ഒരു ഫോർമാറ്റ് അഡാപ്റ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് നോർത്ത് ഇന്ത്യയിൽ വളരെയധികം പോപ്പുലർ ആവുക ബിഗ് ബോസ് എന്നുള്ളത്. ബിഗ് ബോസിൻ്റെ ആദ്യത്തെ ഒരു സീസൺ നോർത്ത് ഇന്ത്യയിൽ വന്നത് എനിക്ക് തോന്നുന്നു സൽമാൻ ഖാൻ ആയിരുന്നില്ല അതിൻ്റെ ഹോസ്റ്റ്. അർഷദ് വാഴ്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടറായിരുന്നു അതിൻ്റെ ഹോസ്റ്റ്. അപ്പോൾ ആ സീസൺ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാർ ഇതിനെ കുറ്റം പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇതിന് വലിയൊരു വ്യൂവർഷിപ്പ് ഉണ്ട്. എനിക്കറിയുന്ന എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഈ ഷോ സ്ഥിരമായിട്ട് ഒരു എപ്പിസോഡും മുടങ്ങാതെ കാണുന്നവരാണ്. അവരെല്ലാവരും അങ്ങനെ അത്ര മോശം ആൾക്കാരോ അല്ലെങ്കിൽ മോശം എൻ്റർടൈൻമെൻറ്റ് പ്രിഫർ ചെയ്യുന്നവരോ ഒന്നുമല്ല. പക്ഷെ അവരെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന എന്തോ ഒരു കാര്യം ഇതിലുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഇത് എൻറ്റയർലി ഒരു നോൺസെൻസ് ആണെന്ന് എനിക്ക് തോന്നണില്ല. ഇതിന് നോൺസെൻസിക്കൽ കണ്ടന്റ് ഉണ്ട് എന്നുണ്ടെങ്കിലും. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, സംഭവം എന്തിനാണ് നിങ്ങൾ ഈ ഷോ കാണുന്നത് എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു റിയാലിറ്റി ടി വി, ഏതൊരു റിയാലിറ്റി ഷോയുടെ അപ്പീൽ എന്താണ്? അതായത് ഒരു അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ തരുന്നു എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അതായത് റിയൽ പീപ്പിൾ ആണ് വരുന്നത്, അല്ലെങ്കിൽ അത് കുറച്ചും കൂടി അൺസ്ക്രിപ്റ്റഡ് ആണ്, സ്ക്രിപ്റ്റ് ഇല്ലാണ്ട് അവർ ആ ഒരു എൻവയോൺമെന്റിൽ എന്താണ് കാണിക്കുന്നത് എന്ന് നമുക്കൊരു ആ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണെന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. അതാണ് മെയിൻ കാര്യം. അതിൽ ഒരുപാട് പേര് ഇപ്പോൾ തന്നെ ഉണ്ട് ബിഗ് ബോസ് ഒരു ഹെവിലി എഡിറ്റഡ് ഷോ ആണ്, അല്ലെങ്കിൽ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഷോ ആണ് എന്നുള്ള ഒരു റിബട്ടിൽ അതിന് ആൾക്കാർ പറയണമുണ്ട്. എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് ഇസ് എ വെരി വെൽ എഡിറ്റഡ് ഷോ. അതിൻ്റെ ലൈവ് ആണെങ്കിലും അതിൻ്റെ എപ്പിസോഡ്സ് ആണെങ്കിലും ഒക്കെ ആൾക്കാർ അതിനെപ്പറ്റി സംസാരിക്കാനുള്ള പോയിന്റ്സ് കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഷോയാണ് അതിൻ്റെ എഡിറ്റിങ്ങിലൂടെ. നിങ്ങൾക്ക് ഈ സാരി ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഈ സാരി നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊരു ഹാൻഡ്ലൂം കോട്ടൺ സിൽക്ക് മഹേശ്വരി സാരിയാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ സാരികളൊക്കെ ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പേജിൽ സ്റ്റുഡിയോ ജനാല എവിടെയെങ്കിലും ഞാൻ കൊടുക്കാം, മിക്കവാറും ഇവിടെ തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. ഈ ഒരു പേജിൽ പോവാം, ഇൻസ്റ്റഗ്രാം പേജിൽ പോവാം, അവർക്ക് മെസ്സേജ് അയക്കാം. ഈ സാരി തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ സാരി തന്നെ അവർക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഇത് അവിടുന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതല്ലാണ്ട് അവരുടെ കയ്യിൽ കുറേ അധികം സാരികളുണ്ട്. പ്ലീസ് ഡു ചെക്ക് ഔട്ട് ദിസ് പേജ്. പിന്നെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് കണ്ടസ്റ്റൻസിന് കോൺട്രവേഴ്സി എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളൊരു സ്ക്രിപ്റ്റിനാവില്ല. അതല്ലാതെ കണ്ടസ്റ്റൻസ് ചെയ്യാനുള്ള കോൺസെപ്റ്റുകൾക്ക് ഹിൻറ്റുകൾ കൊടുക്കുന്ന ഒരു ഷോ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതായത് അവിടെ എന്ത് അവതരിപ്പിക്കണം എന്നുള്ള ഒരു ഔട്ട്ലൈൻ പലപ്പോഴും അവർക്ക് കിട്ടാറുണ്ടെന്ന് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ. പിന്നെ അതെങ്ങനെ അവർ അവതരിപ്പിക്കുന്നു എന്നുള്ളത് കണ്ടസ്റ്റൻറ്റിൻ്റെ കയ്യിലിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റോ അങ്ങനെയാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റഡ് ഷോ എന്നുള്ളതിനേക്കാളും കോൺസെപ്റ്റ്സോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്ലൈനോ അവർക്ക് കൊടുക്കുകയും പിന്നെ ഓരോന്നും ഓരോ പേഴ്സൺ അത് അവർ അവതരിപ്പിക്കുന്ന രീതി ഉണ്ടല്ലോ, അതിനനുസരിച്ച് മാറുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ആണ്. ഈ ഷോ കാണുമ്പോൾ പലരും പറഞ്ഞിട്ടുള്ളത് വളരെയധികം എൻ്റർടൈൻമെൻറ്റ് ഇതിനുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ നല്ല അന്തരീക്ഷമായിട്ട് ഇന്ന് വീട്ടിലൊക്കെ. ഇവിടെ നല്ല മഴയാണ്, പിറകിൽ നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ മഴയുടെ സൗണ്ട് ചെറുതായിട്ട് ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതൊരു സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള റൂമൊന്നുമല്ല, അതുകൊണ്ട് തന്നെ മഴയുടെ സൗണ്ട് എന്തായാലും ഉണ്ടാവും. അപ്പോൾ എൻ്റർടൈൻമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. ഐ തിങ്ക് ദ ഷോ ഇസ് വെരി എൻ്റർടൈനിങ്. ഇല്ലാച്ച ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് ഇത് കാണില്ലല്ലോ. അതിൽ കൊടുക്കുന്ന ടാസ്കുകളോ എല്ലാ ആളുകൾക്ക് കാണുമ്പം ആ ഒരു എൻവയോൺമെൻറ്റിൽ സെറ്റ് ചെയ്ത് കാണുമ്പോൾ ഉള്ള ഒരു രസം അതെന്തായാലും ഈ ഷോയ്ക്ക് ഉണ്ട്. പിന്നെ അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചില കണ്ടസ്റ്റൻസിനെ കണ്ടിരിക്കാൻ നമുക്ക് ഇഷ്ടം തോന്നുന്നു. ഒരാൾ പറഞ്ഞത് ജാൻമണീനെ പറ്റിയിട്ടാണ്. ജാൻമണിയുടേതായ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലും കൂടി ജാൻമണിയുടെ സംസാരമോ ജാൻമണിയുടെ ചേഷ്ടകളോ അല്ലെങ്കിൽ ദ വേ ഷീ ഈസ് അത് കണ്ടിരിക്കാൻ, പുള്ളിക്കാരെ ഇനി എന്താണ് ഒപ്പിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് പറയാൻ പോകുന്നത് എന്നൊക്കെ കണ്ടിരിക്കാൻ രസം. അതുപോലെ തന്നെ ഈ സീസണിൽ പറഞ്ഞത് അർജുൻ എന്നുള്ള കണ്ടസ്റ്റൻറ്റിനെ കണ്ടിരിക്കാൻ, പുള്ളിക്കാരൻ ചിരിക്കുന്നതോ പുള്ളിക്കാരൻ
സംസാരിക്കുന്നതോ ഒക്കെ കണ്ടിരിക്കാനുള്ളൊരു രസത്തിന് വേണ്ടിയിട്ട് അവരെ നോക്കിയിരിക്കാൻ വേണ്ടി കാണുന്ന കുറേ ആൾക്കാരുണ്ടെന്നും. പിന്നെ ഒരാൾ പറഞ്ഞ വേറൊരു കാര്യം എനിക്ക് വളരെ കറക്റ്റായിട്ട് തോന്നി. ദിസ് ഇസ് സംതിങ് ടു ടോക്ക് അബൌട്ട്, ദിസ് ഇസ് സംതിങ് ടു ഡിസ്കസ് അബൌട്ട് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് യുവർ ഫാമിലി. അപ്പം നമുക്ക് നമ്മുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഈ ഒരു കാര്യം നമുക്ക് എപ്പോഴും ദർ ഇസ് എ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. ഇപ്പം ഞാൻ തന്നെ ചെയ്യുന്നത് എന്താ, ഇതിനെപ്പറ്റി ഇവിടെ വന്നിരിക്കുകയല്ലേ. എത്രകാട്ട് യൂട്യൂബേഴ്സ് ഉണ്ട് ഇത് വെച്ചിട്ട് അവരുടെ ചാനൽ ഈ ഒരു ഫ്യൂ സീസൺസ് വെച്ചിട്ട് ഈ ചാനൽ മുന്നോട്ട് പോകുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. അത് കൂടാണ്ട് പരസ്പരം ഇന്ന് അവർ ആ ചെയ്തത്, ആ ടാസ്കിൽ ചെയ്തത്, നിനക്ക് എന്താ തോന്നുന്നത്, അങ്ങനെ ഇതൊരു സംസാരിക്കാനുള്ള ഒരു ഡിന്നർ ടേബിൾ കോൺവെർസേഷനോ അല്ലെങ്കിൽ ഒരു ബോണ്ടിങ് കോൺവെർസേഷനോ ആയിട്ട് പറ്റും എന്നുള്ളതാണ്. പിന്നെന്ന് പറയുന്നത്, ഇത് നമ്മുടെ കോഹോസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. കോഹോസ്റ്റ് പ്രത്യേകിച്ച് ആൾക്കൊന്നും പറയാനില്ല, എന്നാലും ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലേ. ആളുടെ പേര് പൊടി എന്നാണ്. ഇനി ഒരു കോഹോസ്റ്റും കൂടി ഉണ്ട്, ആളിവിടെ കാണാനില്ല. ആൾ വരികയാണെങ്കിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെയാണ്. പിന്നത്തെ ഒരു കാര്യം, മെയിനായിട്ട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഏഷ്യനെയും കുത്തിത്തിരിപ്പും. അത് കാണാൻ ഭയങ്കര ഫണ്ണാണെന്നാണ് ആൾക്കാർ പറഞ്ഞത്. അതായത് അവിടെ ഉണ്ടാവുന്ന വഴക്കുകൾ, അവിടെ ഉണ്ടാവുന്ന ഇഷ്യൂസ് എല്ലാം കാണുക, അതിനൊരു സുഖമുണ്ട് എന്നുള്ളതാണ് ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ എനിക്ക് പറയാനുള്ളത്, എപ്പോഴും ആൾക്കാരുടെ കമൻറ്റുകളൊക്കെ ഞാൻ കാണാറുണ്ട് ഇതിൻ്റെ. ഞാൻ ബിഗ് ബോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ഒരാളല്ല. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ നേരം കുറച്ച് എപ്പിസോഡ്സ് ഇതിൻ്റെ ഇരുന്ന് കണ്ടിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മുന്നേ കുറച്ച്, അതായത് ഈ മലയാളി ഹൗസ് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടായ ആദ്യത്തെ ബിഗ് ബോസ്, എനിക്ക് തോന്നുന്നു പേർലിമാണിയൊക്കെ പോപ്പുലറായ ആദ്യത്തെ ബിഗ് ബോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ നോർത്ത് ഇന്ത്യയിലുള്ള ബിഗ് ബോസ് ഉണ്ടല്ലോ, സൽമാൻ ഖാൻ ഹോസ്റ്റ് ചെയ്യണ, അതിലൊരു സീസണും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിലൊക്കെ പലപ്പോഴും ഞാൻ ഇതിൻ്റെ ഈ ട്രോൾ വീഡിയോസോ അങ്ങനെ അല്ലെങ്കിൽ അതിൻ്റെ ഇൻസിഡൻസ് ഒക്കെ ഫണ്ണി ആയിട്ടുള്ള ഒരു രീതിയിൽ എഡിറ്റ് ചെയ്ത് കയറ്റിയ വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ കാണുന്ന ഒരു കമൻ്റാണ്, മലയാളികളുടെ വല്ലവൻ്റെയും വീട്ടിൽ എന്താ നടക്കണമെന്ന് അറിയാനുള്ള ദാരിദ്ര്യം കാരണം മാത്രം ജീവിച്ചു പോകുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ്. അല്ലെങ്കിൽ ഈ വൃത്തികെട്ട പരിപാടി ഒന്ന് നിർത്തുമോ, അങ്ങനെയൊക്കെ പല കമൻറ്റും കാണാം. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇത് മലയാളികളുടെ ഒരു ദാരിദ്ര്യം കൊണ്ടുള്ളൊരു ഷോ ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം 1999 തോന്നുന്നത് നെതർലൻഡ്സിൽ ആദ്യം കൺസെപ്ച്വലൈസ് വരുന്നത് ജോർജ് ഓർവെലിൻ്റെ 1984 എന്നുള്ള പുസ്തകത്തിലുള്ള ബിഗ് ബ്രദർ. അതായത് ആ പുസ്തകത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ടോട്ടലിറ്റേറിയൻ ഗവൺമെൻറ് വരുന്നു, അവർ ഏത് നേരവും അവരുടെ സിറ്റിസൻസിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ TV സ്ക്രീനുകളിലൂടെ റേഡിയോകളിലൂടെ അവരെന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു, എന്ത് ചേഷ്ടകൾ കാണിക്കുന്നു എന്നുള്ളത് വരെ ഒരുപാട് അതിൽ ഫേമസ് ആയ കുറേ കാര്യങ്ങളുണ്ട്, കോട്ടുകൾ. ഇതൊരു വളരെ നല്ല പുസ്തകമാണ്, നിങ്ങൾക്ക് വായിച്ചിരിക്കണം. ഏതൊരു ഗവൺമെന്റോ അല്ലെങ്കിൽ അധികാരത്തിനുള്ള ഒരു ബോഡിക്ക് കൂടുതൽ അധികാരം കൊടുക്കുമ്പോൾ അത് ഒരു ഡിക്റ്റേറ്റർഷിപ്പും പിന്നീട് ഒരു ടോട്ടലിറ്റേറിയൻ ഗവൺമെന്റും ആയി മാറും എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. എന്ത് കാര്യവും അധികമായ അമൃതും വിഷമാണ്. ഏതൊരു വ്യക്തിക്കോ ഒരു ഓർഗനൈസേഷനോ ഒരുപാട് അധികാരം ലഭിച്ചാൽ അത് ദുർവിനിയോഗം ചെയ്യാനുള്ള ടെൻഡൻസീസ് വളരെ അധികമാണെന്നുള്ളത്. എനിവേ ദാറ്റ് ഇസ് എ ടോപ്പിക് ഫോർ അനദർ ഡിസ്കഷൻ. അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ ഈ എപ്പോഴും ഉള്ള ഒരു സർവീലിയൻസ് എന്നുള്ളൊരു കോൺസെപ്റ്റിനെ എടുത്ത് നെതർലൻഡ്സിലാണ് ഇത് ആദ്യം ഈ ഒരു ഷോയുടെ ബിഗ് ബ്രദർ റിയാലിറ്റി ഷോയുടെ കോൺസെപ്റ്റ് വരുന്നത്. പിന്നീട് ഒരുപാട് കൺട്രീസിൽ, എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിൽ ഇത് വളരെ പോപ്പുലറാണ്, അമേരിക്കയിൽ, യുകെയിലാണ് നമ്മുടെ ശില്പ ഷെട്ടിയൊക്കെ പോയിട്ട് വംശീയ അധിക്ഷേപമൊക്കെ നേരിടേണ്ടി വന്നത് യുകെയിൽ വെച്ചിട്ടാണ്. ഇത് വളരെ പോപ്പുലറായ, അപ്പോൾ എല്ലാ ഓസ്ട്രേലിയക്കാരുടെ അന്യൻ്റെ വീട്ടിലേക്ക് എത്തി നോക്കാനുള്ള ഇതുകൊണ്ടല്ലോ ഇതിപ്പോൾ പോപ്പുലറായത് ഓസ്ട്രേലിയയിൽ. എനിക്ക് തോന്നുന്നത് മനുഷ്യന്മാർക്ക് ഇത് ഇഷ്ടമാണ്, വോയറിസം എന്നുള്ളൊരു കാര്യം. വല്ലവരുടെയും ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്നറിയാനുള്ള ഒരു ത്വര നമുക്ക് ഭയങ്കര കൂടുതലാണ്. അതിനെ വളരെ നന്നായിട്ട് ക്യാപിറ്റലൈസ് ചെയ്തിരിക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് എന്നുള്ള റിയാലിറ്റി ഷോ. ഇവിടെ നമുക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ ഒരു ലൈഫ് ആൻഡ് ഡെത്ത് സംഭവം എന്നുള്ള പോലെയാണല്ലോ. അതായത് അവിടെ ചെറിയൊരു ടാസ്കോ ഒരു ക്യാപ്റ്റൻസിയോ ഒരു ഇഷ്യൂ ഒക്കെ വരുമ്പോഴത്തേനും അത് കാണിച്ചു കൂട്ടുന്നതിൽ സ്റ്റേക്സ് ഭയങ്കര ഹൈ ആണെന്ന് തോന്നുമെങ്കിലും ഇതൊരു കൺട്രോൾഡ് എൻവയോൺമെന്റിലാണെങ്കിൽ അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ അത് നമുക്കൊരു കോർട്ടിസോളോ ഒരു അഡ്രിനാലിനോ ഒരു റഷ് തരുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പക്ഷെ അൾട്ടിമേറ്റ്ലി ഇത് കഴിഞ്ഞല്ലോ. ആ ഒരു സന്തോഷം, ആ ഒരു അന്യൻ്റെ ഇതിലേക്ക് നോക്കാനുള്ളൊരു സന്തോഷം മനുഷ്യന്മാർക്ക് ജനറലി എല്ലാവർക്കും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ കൂടുതലും അതിനെ എങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യണമെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞ്
സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ്. പിന്നെ വേറെയുള്ളൊരു കാര്യം, ബിഗ് ബോസ് എന്നുള്ള റിയാലിറ്റി ഷോനെ സംബന്ധിച്ച് അത് ഒരു ഹ്യൂമൻ, നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ പോലെയോ. അപ്പോൾ അവരെയൊക്കെ കാണാനുള്ള, അതായത് അവർ ഇന്ന വേ നമ്മുടെ സൊസൈറ്റീനെ റെപ്രസെന്റ് ചെയ്യുന്ന കുറെ ആൾക്കാരാണ്. ചാണക്യം പറഞ്ഞ പോലെ ഏതൊരു രാജ്യത്തിനും കിട്ടുന്ന ഭരണാധികാരികൾ ആ ഒരു സമൂഹത്തിന് ഡിസേർവ് ചെയ്യുന്ന ഭരണാധികാരികളായിരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ സമൂഹത്തിലുള്ള ആൾക്കാരുടെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ മാറി വരുന്ന ട്രെൻഡുകളുടെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് ഈ ഇതിൽ വരുന്ന ഹൗസ്മേറ്റ്സിന്റെ ബിഹേവിയറിലും നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അത് കണ്ടിരിക്കാനൊരു എന്റർടൈനിങ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം ആ ഒരു ആൾക്കാരെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അവരുടെ ചേഷ്ടകൾ എന്നല്ല, സ്വഭാവങ്ങളോട് നമുക്ക് റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഞാൻ ഈ സിറ്റുവേഷനിലാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഫൈറ്റ് വന്നപ്പോൾ ആ കുട്ടി ചെയ്തതിന് പകരം ഞാനായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞേനെ. അതായത് നമ്മളെയും ആ ഒരു ഇതിൽ, പക്ഷെ നമ്മൾ ഒരിക്കലും എന്താ പറയുക, ഗാലറിയിലിരുന്ന് ഗോൾ അടിക്കാൻ ഭയങ്കര എളുപ്പമെന്ന് പറയണ പോലെ ഇപ്പോൾ കുറേ കണ്ടസ്റ്റൻസ് അങ്ങനെ പോയവരും അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ സ്ഥിതിഗതികൾ വേറെയാണെന്ന് മനസ്സിലാക്കിയ കുറെ പേരുണ്ട്. പക്ഷെ നമുക്കൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയായിരുന്നേനെന്ന് ദിവാസ്വപ്നം കാണാൻ വളരെ രസമുള്ളൊരു കാര്യമാണ്. ഒരുപാട് ഓഡിയൻസ് എനിക്ക് തോന്നുന്നു അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഈ സിറ്റുവേഷൻ എൻ്റെ കയ്യിലായിരുന്നെങ്കിൽ ഞാനിത് പൊളിച്ചടിക്കേനെ, ഞാനൊരു സംഭവമാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് എന്തായാലും ഇതിൽ വരുന്നുണ്ട്. അതിലൊരു എന്റർടൈൻമെന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. പിന്നെ ഇൻ ജനറൽ ബിഗ് ബോസ് എന്നുള്ളൊരു ഷോന്റെ സാമൂഹികമായിട്ടുള്ള ഒരു കളക്റ്റീവ് മെന്റാലിറ്റീനെ എങ്ങനെ ഇത് എഫക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടുത്തെ കണ്ടസ്റ്റൻസിന്റെ വ്യൂ എന്തുമാത്രം ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഇതിന്റെ വ്യൂവേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. നമ്മൾ രഞ്ജിത്ത് സർ ആർമി കണ്ടതാണ്, ഡോക്ടർ റോബിന്റെ ആർമി കണ്ടതാണ്. വിന്നർ ആയതിനു ശേഷം ദിൽഷ നേരിട്ട അധിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിനൊക്കെ അതിൻ്റെതായ ജസ്റ്റിഫിക്കേഷൻ ഇത് ചെയ്യുന്നവർക്കും ഉണ്ടാവും. അപ്പോൾ കുറെ പേര് പറയുന്നത് ഇത് വളരെയധികം നെഗറ്റീവായിട്ട് സൊസൈറ്റീനെ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു ഷോയാണെന്നുള്ളത്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്, എനി കൈൻഡ് ഓഫ് എന്റർടൈൻമെന്റ്, നമ്മൾ എന്റർടൈൻ ചെയ്യുന്ന എന്ത് സാധനവും വളരെയധികം ഇംപ്രഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആൾക്കാർ പറയും സിനിമ ഈസ് എൻ ഇംപ്രഷനബിൾ മീഡിയം, പക്ഷെ അതുപോലെയല്ല. എനി കൈൻഡ് ഓഫ് എന്റർടൈൻമെന്റ് ദാറ്റ് ഈസ് എന്റർടൈനിങ് ദ മാസസ് നമുക്ക് വളരെയധികം നമ്മുടെ ഉള്ളിൽ ഒരു മാറ്റമോ ഒക്കെ വരുത്താൻ സാധ്യത ഉള്ളൊരു കാര്യമാണ്. സാധ്യത എല്ലാവർക്കും അത് വരണമെന്നില്ല. നമ്മുടെ ഫഹദ് ഫാസിലിന്റെ ഇപ്പോഴത്തെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ, അതിൽ പറയണ്ടായിരുന്നല്ലോ ഫഹദ് ഫാസിൽ എന്താണെന്ന് വെച്ചാൽ, സിനിമ കണ്ടിട്ട് മാക്സിമം നിങ്ങളുടെ കാറ് വരെയുള്ള ഡിസ്കഷൻ കഴിഞ്ഞിട്ട് അതിനെ വിടുക എന്നുള്ളത്. അതായത് അതിനത്ര നിങ്ങൾ വാല്യൂ കൊടുത്താൽ മതി എന്നുള്ളത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് 2 സെന്റൻസ് കഴിഞ്ഞപ്പോൾ മൂപ്പരാൾ പറയുന്ന വേറൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ സിനിമ പാരഡൈസോ എന്നുള്ള സിനിമ പുള്ളിയുടെ ജീവിതം മാറ്റിമറിച്ചു എന്നുള്ളത്. ഇത് രണ്ടും ഒരു കോൺട്രഡിക്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് സിനിമയായിട്ട് കാണണം എന്ന് അറിയുന്ന ആൾക്ക് പോലും, ഫഹദ് ഫാസിൽ എന്നുള്ള നടൻ നല്ല വിവരം ബുദ്ധിയുള്ളൊരു നടനാണ്. പുള്ളിക്കാരൻ അറിയാം സിനിമയായിട്ട് കാണണം എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരാളെ പോലും നല്ലൊരു സിനിമയ്ക്ക് അയാളുടെ ജീവിതത്തിന്റെ എന്തെങ്കിലും ഒരു ഔട്ട്ലുക്കിനെ മാറ്റിമറിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഒരുപാട് ആൾക്കാർ പറയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയായിട്ട് കാണണം. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് അത് കാണാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഈ അനുകരണം എന്ന് പറഞ്ഞത് അത് സിനിമയിൽ മാത്രമല്ല കേട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു യൂട്യൂബിന്റെ കാര്യം എടുക്കാം. ഇപ്പോൾ ആരെയാ പറയുക, ബിഗ് ബോസിൽ നമ്മുടെ കണ്ടസ്റ്റന്റ് ആയിട്ട് പോയ സായി കൃഷ്ണൻ, സീക്രട്ട് ഏജന്റ്, പുള്ളിയുടെ ഒരു ഫോർമാറ്റ് കാറിലിരുന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ അതിൽ കാറിലിരുന്നു കൊണ്ട് സോഷ്യൽ ഇഷ്യൂസിനെ പറ്റി സംസാരിക്കുക. ആ ഫോർമാറ്റ് സക്സസ്ഫുൾ ആയതിനു ശേഷം എത്ര പേര് കാറ് കയറിയെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ, അതായത് അതൊരു അനുകരണമാണ്. അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു, ആ ഇഷ്ടം എനിക്കും വേണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലുള്ള ഒരു അനുകരണം. ഞാൻ പറഞ്ഞ ഈ എന്റർടൈൻമെന്റിന് നമ്മളെ സൊസൈറ്റി എന്തുമാത്രം, അതിൽ പലരും ഇപ്പോഴും സക്സസ്ഫുൾ ആണ്. ആ അനുകരണം നടത്തി പലരും ഈക്വലി സക്സസ്ഫുൾ ആയി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പം ചിലപ്പോഴൊക്കെ നമുക്ക് എന്റർടൈൻമെന്റ്, അവർ പ്രൊവൈഡ് ചെയ്യുന്ന എന്റർടൈൻമെന്റ് ഇഷ്ടക്കേട് വരാം. ഒരു ഫോർമാറ്റിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്റർടൈൻമെന്റ് വേറൊരു ഫോർമാറ്റിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. അതായത് ഇപ്പൊ സിനിമകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്, എപ്പോഴും നായികയുടെ ഒരു കല്യാണം എന്തെങ്കിലും ഉറപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നായികയ്ക്ക് ഓൾറെഡി പക്ഷേ പെട്ടെന്ന് നായകൻ ആ നായികയെ കണ്ട് പ്രേമം തോന്നുന്നു. അത് കഴിഞ്ഞ് നായകൻ വളരെയധികം നായികയെ പെർസ്യൂ ചെയ്യുന്നു, പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അപ്പൊ നായികയ്ക്ക് ലാസ്റ്റ് കല്യാണത്തിന്റെ മൊമെന്റിൽ അല്ലെങ്കിൽ കല്യാണത്തിന്റെ തലേദിവസം തോന്നുന്നു എനിക്ക് നായകനെ മതിയെന്ന്. പക്ഷെ ഈ കല്യാണം ഉറപ്പിച്ച ആൾക്ക് ഒരുപാട് ബാഡ് ക്വാളിറ്റീസ് ഉണ്ടാവും. ഒരിക്കലും നായികയ്ക്ക് പറ്റിയൊരു ഒരാളേ അല്ല, നമ്മുടെ നായകനാണെങ്കിൽ സൂപ്പറാണ്, അങ്ങനെ നമുക്ക് തോന്നുന്ന രീതിയിലാണ് ഈ സിനിമ പോവുക. പക്ഷെ അതേ കാര്യം ഇപ്പോൾ ബിഗ് ബോസിൽ നടക്കുമ്പോൾ നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മൾ അവരെ തേജോവധം ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഒരു സൊസൈറ്റി കുറച്ചും കൂടി റിയാലിറ്റി ടിവിന്റെ പെർസ്പെക്റ്റീവിൽ വന്നപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ
പല ലെയറുകളുണ്ട് ഈ ഷോ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതിന് അല്ലെങ്കിൽ ആൾക്കാർ ഇഷ്ടപ്പെടാതെ ഇരിക്കുന്നതിന്, ഒരു കണ്ടസ്റ്റന്റിനോട് ദേഷ്യം തോന്നുന്നതിന്. ഇതിൻ്റെയൊക്കെ ഈ ഒരു ദേഷ്യം ഇതൊരു കൺട്രോൾഡ് എൻവയോൺമെന്റിലായതുകൊണ്ട് ഈ സ്നേഹവും ഈ ദേഷ്യവും ഒക്കെ വളരെ ഷോർട്ട് ലിവ്ഡ് ആണ്. ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ ഒരു ഫെയിം കറക്റ്റായിട്ട് ക്യാപിറ്റലൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പിന്നീട് എന്താ പറയുക എന്റർടൈൻമെന്റ് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. കാരണം ആ ഒരു ഫെയിം, ആ ഒരു സീസൺ മേ ബി 6 months ഒക്കെ കഴിയുമ്പോഴത്തേനും പതുക്കെ കുറഞ്ഞു തുടങ്ങും. നമ്മൾ എങ്ങനെ പിന്നീട് പെരുമാറുന്നു, എങ്ങനെ നമ്മൾ അവതരിപ്പിക്കുന്നു, എങ്ങനെ അത് വേറെ സ്ട്രീമിലേക്ക് നമുക്ക്, അതിന് കറക്റ്റായിട്ടുള്ള ഉദാഹരണമാണ് പേർലി മാണി. പുള്ളിക്കാരി അവിടെ ഉണ്ടായ ഒരു ഫെയിമിനെ കറക്റ്റായിട്ട് എങ്ങനെ ഉപയോഗിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേർലിയുടെ ഇന്റർവ്യൂസോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കാണാൻ. പേർലിയെ നമുക്ക് കണ്ടിരിക്കാൻ തോന്നും. പേർലിയുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു അതിനോട് നമ്മളൊരു പാർട്ടായിട്ടുള്ളൊരു അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു വ്യക്തിയാണ് പേർലിയും ശ്രീനിഷും. ഓൺ ദി അതർ ഹാൻഡ് നമ്മൾ റോബിന്റെ കാര്യം എടുത്താൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട്, അതായത് ആദ്യം ഉണ്ടായിരുന്ന ഹൈപ്പ് പിന്നീട് അങ്ങോട്ട് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റിയില്ല എന്ന് തോന്നും. എല്ലാ വർഷവും ബിഗ് ബോസിന്റെ വിന്നർ ആരാണെന്നുള്ളത് വളരെയധികം വ്യക്തമാണ്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉത്തരമായിരിക്കില്ല. ഈ ബിഗ് ബോസിന്റെ എല്ലാ വർഷത്തെയും വിന്നർ ഇത് സംപ്രേഷണം ചെയ്യുന്ന ചാനലും ഇതിന്റെ ക്രിയേറ്റേഴ്സായ എൻഡമോൾ എന്റർടൈൻമെന്റും ആണ്. അവർക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത്. അവർക്കാണ് ഇനി അടുത്ത സീസൺ അവർക്ക് ഇറക്കാനുള്ള പുഷ് കിട്ടുന്നത്. ഇതിന്റെ TRP കൂടുമ്പോൾ അവർക്ക് തന്നെയാണല്ലോ ഇനിയും പൈസ കിട്ടുന്നത്. അടുത്ത സീസൺ ഇറക്കാൻ ഇനി ഇതിൽ TRP കിട്ടും എന്നുള്ളത്. ഇതിൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മേ ബി എൻഡമോൾ എന്റർടൈൻമെന്റിനും മലയാളം ബിഗ് ബോസിന്റെ ചാനലായ ഏഷ്യാനെറ്റിനും ചിന്തിക്കാൻ പറ്റുന്നത്, ഇപ്പം മലയാള സിനിമയ്ക്ക് ഒരു പക്ഷെ ലോക സിനിമയുടെ മാപ്പിൽ തന്നെ ഒരു വാല്യൂ ഉണ്ട് അല്ലേ? ഇപ്പം ക്യാൻസൽ പോലും പോയപ്പം പായൽ കപാടിയ പറഞ്ഞത് മലയാളം സിനിമയ്ക്ക് ആർട്ട് സിനിമയാണെങ്കിൽ പോലും ഒരു ഓഡിയൻസിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ധ്രുവ് റാത്തിയുടെ വീഡിയോയിൽ ധ്രുവ് റാത്തി പറഞ്ഞത് ഒരിക്കലും ഒരു ഇന്റലക്ച്വലായ ഒരു ഇന്റലിജന്റ് ആയ ഒരു ഡിസ്കഷൻ ബിഗ് ബോസ് എന്നുള്ള ഷോയിൽ കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അവിടെ ആകെ കാണാൻ പറ്റുന്നത് തല്ലും കച്ചറി, രാവിലെ എണീറ്റ കരച്ചില്, വിളി, ആകെ ബഹളം. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് ഒരു പക്ഷേ നമുക്ക് മലയാളം ബിഗ് ബോസ് വേണമെങ്കിൽ നമുക്ക് വേറൊരു ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം അതിനുള്ള കപ്പാസിറ്റി മലയാളം ഓഡിയൻസിന് ഉണ്ട് അല്ലേ? നമുക്ക് കുറച്ചും കൂടി അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദ കണ്ടസ്റ്റൻസ് കുറച്ചും കൂടി വേറെ രീതിയിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഈ ഷോനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാമൂഹികമായ മാറ്റം വരുത്താൻ പറ്റും. എല്ലാ കാര്യങ്ങളും എല്ലാ എന്റർടൈൻമെന്റും സാമൂഹിക മാറ്റം വരുത്തണം എന്ന് നിർബന്ധമില്ല എന്നുണ്ടെങ്കിലും മേ ബി അങ്ങനത്തെ ഒരു ചേഞ്ച് ബിഗ് ബോസിൽ വന്നാൽ വളരെ നല്ലതായിരിക്കും. കാണുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ വ്യൂവർഷിപ്പ് കൂടാം. രണ്ട് തരത്തിലുള്ള ആൾക്കാരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഇതിനെ മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വ്യൂവർഷിപ്പ് കൂടാം. ഇതെൻ്റെ അഭിപ്രായം കേട്ടോ, വലിയ കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ ഈ എല്ലാവരും അഭിപ്രായം പറയണ പോലെ ഞാനും അഭിപ്രായം പറയണു, അത്രേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഒരു പോസിബിലിറ്റി മലയാളം ബിഗ് ബോസിനുണ്ടെന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. കാരണം മലയാളം ഓഡിയൻസ് അത്രയും ഇവോൾവ്ഡ് ആണ്. പലപ്പോഴും പലതിലും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സൺ എന്താണ്, ഒരു ഗേ പേഴ്സൺ എന്താണെന്ന് നമ്മുടെ പാരൻസിന്റെ ജനറേഷന് മനസ്സിലായത്, അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സാഹചര്യം, അതിനുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടായത് ബിഗ് ബോസിൽ അങ്ങനത്തെ കണ്ടസ്റ്റൻസിനെ കണ്ടുകൊണ്ടാണ്. അപ്പം നമ്മൾ എവർ ഇവോൾവിങ് ഓഡിയൻസ് ആണ്. അപ്പം നമ്മളുടെ ഒരു നോൺസെൻസ് ഷോ എന്നല്ലാണ്ട് നമ്മളൊരു ഇവോൾവ് ചെയ്യുന്ന ഓഡിയൻസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് നെക്സ്റ്റ് ബിഗ് ബോസിൻ്റെ സീസൺ വന്നാൽ എങ്ങനെ ഇരിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സീസൺ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും കാണും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു.